ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിഫ്റ്റി നേരിയ ഒരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ നിഫ്റ്റി ടോപ്പ് 100 മാത്രമാണ് പോസിറ്റീവിൽ, നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും നമുക്ക് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെന്ന് കാണാൻ കഴിയും. കൂടാതെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ഇപ്പോഴും ഫിയർ സോണിലാണ്. അപ്പോൾ വൻതോതിലുള്ള ഒരു ബൈങ് നടത്തിക്കൊണ്ടുള്ള ഒരു റാലി സ്റ്റോക്കിൽ ഇപ്പോഴും നടക്കുന്നില്ല. അപ്പോൾ ബുൾസ് ഇപ്പോഴും ആ ഒരു നിയന്ത്രണം കിട്ടാത്ത അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സെക്ടറും ബാങ്കിങ് സെക്ടറും മാത്രമാണ്. ബാക്കി സെക്ടറുകളൊന്നും പ്രതീക്ഷിച്ചൊരു മുന്നേറ്റം നടത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലുള്ള നേരിയൊരു മുന്നേറ്റത്തിന് കാരണമായത് രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ്. ബജാജ് ഫിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബജാജ് ഫൈനാൻസും അതുപോലെ ബജാജ് ഫിൻസവുമാണ് ഈ രണ്ട് സ്റ്റോക്കുകൾ. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ഒരു പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. 7274 ഓപ്പൺ ചെയ്ത ബജാജ് ഫൈനാൻസ് പിന്നീട് 7450 എന്നുള്ള വമ്പിച്ച ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ 7420 ക്ലോസ് ചെയ്തത്. ഏകദേശം 3% ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നടന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു നേരിയൊരു മുന്നേറ്റം ഇതിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്കത് കാണാൻ കഴിയുമായിരുന്നു. അതുപോലെ ബജാജ് ഫിൻസർവ് നോക്കിയാലും അവിടെ 1796 ഓപ്പൺ ചെയ്തിട്ട് 1862 വരെ അതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്ന് 1842 ഈ സ്റ്റോക്കും ക്ലോസ് ചെയ്തത്. ഇവിടെയും 3% ഒരു മുന്നേറ്റം ആ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 10 ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 9 to 10% ഒരു റിട്ടേൺ ഈ രണ്ട് സ്റ്റോക്കുകളും ഇൻവെസ്റ്റേഴ്സ് നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അവരിന്ന് ഓപ്പൺ ചെയ്ത് 10,199 അവിടെ നിന്ന് 10,748 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് ഏകദേശം 5% ഒരു മുന്നേറ്റത്തോടു കൂടി 10,599 ഏകദേശം 10,600 എന്ന ലെവലിലാണ് അത് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല മുന്നേറ്റം ഈ മൂന്ന് സ്റ്റോക്കുകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല മുന്നേറ്റം നടത്തിയത് ബജാജ് ഹോൾഡിംഗ്സ് ആണ് എന്ന് കാണാൻ കഴിയും. കാരണം ഇവിടെ ഇന്ന് 5% മുന്നേറ്റം ഇന്ന് മാത്രം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കഴിഞ്ഞ ആ ഒരു 10 ദിവസത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും ഇത് 12% മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. അപ്പോൾ എന്താണ് ഈ ബജാജ് സ്റ്റോക്കുകളിലുള്ള മുന്നേറ്റത്തിന് കാരണമായത്? അത് ഈ കഴിഞ്ഞ 10 ദിവസം മുമ്പേ റാലി അതിൻ്റെ തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ബജാജ് ഗ്രൂപ്പിലെ ഒരു പ്രധാന സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ എല്ലാവരും കാത്തിരുന്ന ഒരു IPO 6500 കോടിയുടെ IPO ആണിത്. അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 9 മുതൽ സെപ്റ്റംബർ 11 വരെയാണ് ഈ IPO ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ജൂണിലാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഈ സ്റ്റോക്കിൻ്റെ ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് സെബിയെ സമീപിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും കംപ്ലീറ്റ് ആയിക്കൊണ്ട് IPOക്ക് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആരാണ് ഹോൾഡ് ചെയ്യുന്നത്? അത് ഈ 3 സ്റ്റോക്കുകളിലുള്ള അതിൻ്റെ കണക്ഷൻ എന്താണ്? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ബജാജ് ഗ്രൂപ്പിൻ്റെ ഒരു ഹോൾഡിംഗ് സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. നമുക്കറിയാം ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പാരന്റ് കമ്പനി. അത് ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. അവരുടെ കീഴിൽ 3 പ്രധാനപ്പെട്ട സബ്സിഡിയറിയാണ് കാണാൻ കഴിയുക. ഒന്ന് ബജാജ് ഓട്ടോ ലിമിറ്റഡ്, അതും ലിസ്റ്റഡ് ആണ്. നമുക്ക് ആ ഓട്ടോ സെഗ്മെന്റിലുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ബജാജ് ഓട്ടോ. രണ്ടാമത്തത് ബജാജ് ഫിൻസർവ് ലിമിറ്റഡ് ആണ്, അതും ലിസ്റ്റഡ് ആണ്. അതുപോലെ മൂന്നാമത്തത് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ 3 കമ്പനികളിലും ആണ് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ബജാജ് ഫിൻസർവിൽ ഈ ബജാജ് ഹോൾഡിംഗ്സിന് 39% സ്റ്റേക്കാണുള്ളത്. ഇനി ബജാജ് ഫിൻസർവിൻ്റെ കീഴിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ബജാജ് ഫൈനാൻസ് ലിമിറ്റഡ് ആണ്, അത് ലിസ്റ്റഡ് സ്റ്റോക്കാണ്. ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ്, അതുപോലെ ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ ബജാജ് ഫിൻസർവ് ഡയറക്റ്റ് ലിമിറ്റഡ്, അതുപോലെ ബജാജ് ഫിൻസർവ് ഹെൽത്ത് ലിമിറ്റഡ്. ബജാജ് ഫൈനാൻസ് ഒഴിച്ച് ബാക്കിയുള്ള ഈ 4 സ്റ്റോക്കുകളും ഈ ബജാജ് ഫിൻസർവിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള ഈ 4 സ്റ്റോക്കുകളും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി ബജാജ് ഫിൻസർവിൻ്റെ കീഴിൽ പിന്നെയും 2 സബ്സിഡിയറികൾ കാണാം. അതിലൊന്ന് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡും മറ്റൊന്ന് ബജാജ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡുമാണ്. ഈ 2 സ്റ്റോക്കുകളും ഈ 2 കമ്പനികളും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളാണ്. അപ്പോൾ ഈ ബജാജ് ഫിനാൻസിൻ്റെ കീഴിലുള്ള ഈ 2 കമ്പനികളിൽ ഒന്നായിട്ടുള്ള ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ 100% ഹോൾഡിംഗ് ആണ് ബജാജ് ഫിനാൻസിനുള്ളത്. അപ്പോൾ ഈ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി 2008 ഫൗണ്ട് ചെയ്ത ഒരു കമ്പനിയാണ്. 2015 ഇതൊരു നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയായിട്ട് നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതുപോലെ 2018 മുതലാണ് ഇവർ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ഹൗസിംഗ് ഫിനാൻസ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇവരുടെ ആ ഒരു ബിസിനസ് മോഡൽ നോക്കുകയാണെങ്കിൽ ഹോം ലോൺസും അതുപോലെ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയും അതുപോലെ റെന്റ് കൺസെഷൻസും അതുപോലെ ഡെവലപ്പർ ഫൈനാൻസ് ഇങ്ങനെയുള്ള 4 മേഖലകളിലാണ് പ്രധാനപ്പെട്ട ബിസിനസ് ഈ ഹൗസിംഗ് ഫൈനാൻസ് ചെയ്യുന്നത്. ഇപ്പോൾ 2024 മാർച്ച് വരെയുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് ഏകദേശം 3 ലക്ഷത്തിലധികം ആക്റ്റീവ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഏകദേശം അതിൽ 81% ഹോം ലോൺ കസ്റ്റമേഴ്സ് ആണ് എന്ന് കാണാൻ കഴിയും. ഈ കമ്പനിക്ക് ഒരു 215ഓളം നെറ്റ്വർക്ക് ബ്രാഞ്ചുകളുണ്ട്. അതുപോലെ 174 ലൊക്കേഷനിൽ
20 സ്റ്റേറ്റുകളിലായിട്ടും 3 യൂണിയൻ ടെറിട്ടറികളിലായിട്ടും ഇത് വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ കമ്പനിയുടെ ബിസിനസ് പെർഫോമൻസും അത്ര മോശമല്ല. 2023-24 ഈ കമ്പനി അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത് 1731 കോടിയാണ്. അപ്പോൾ അത് ഏകദേശം 38% ഒരു ഇൻക്രീസാണ്. അതിന് മുമ്പത്തെ FY23 അത് 1258 അവിടെ നിന്നാണ് 1731 38% ജമ്പ് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് കമ്പനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബജാജ് ഫിനാൻസിൻ്റെ കീഴിൽ ഇത്ര ആളും വർക്ക് ചെയ്ത ഒരു സബ്സിഡറിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ IPO വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു IPO ആണ്. ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ള ഈ IPOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഡീറ്റെയിൽസ് ഉണ്ട്. അതിലൊന്ന് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഒരു പ്രിഫറൻസ് കൊടുക്കും IPO കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബജാജ് ഫിനാൻസിൽ ഈ ഓഗസ്റ്റ് 30 ഹോൾഡിങ്ങിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ ഒരു ബജാജ് ഫൈനാൻസിൻ്റെയോ ബജാജ് ഫിൻസർവിൻ്റെയോ ഈ രണ്ടിലേതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ ഹോൾഡിംഗ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ IPOക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ IPO കിട്ടാനുള്ള സാധ്യത സാധാരണ റീറ്റെയിലേഴ്സ് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് IPO പെർസെൻറ്റേജ് റിസർവ് ചെയ്തതായിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം ഈ ബജാജ് ഫിൻസർവും ബജാജ് ഫൈനാൻസും കഴിഞ്ഞ വർഷങ്ങളിൽ വമ്പിച്ച റിട്ടേൺ നൽകിയ മൾട്ടി ബാഗർ സ്റ്റോക്കാണ്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അണ്ടർ പെർഫോമിംഗ് ആണ്. അപ്പോൾ ഇവിടെ HNIക്ക് വേണ്ടിയിട്ട് ഇത് സെപ്റ്റംബർ 6 അതായത് വലിയ തുക എടുത്തുകൊണ്ട് ഈ IPO എടുക്കുന്നവർക്ക് സെപ്റ്റംബർ 6 മുതൽ ഒരു ഡേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റ് ഡീറ്റെയിൽസൊന്നും നമുക്ക് ലഭ്യമല്ല. ഇപ്പോൾ പ്രൈസ് ബാൻഡ് എത്രയാണ്, അതേപോലെ ഇതിൻ്റെ ലോട്ട് സൈസ് എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും ഇനിയും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് 3560 കോടിയുടെയും അതുപോലെ ഓഫർ ഫോർ സെയിലുള്ള നിലക്ക് 3000 കോടിയുടെയും ഇഷ്യൂ സൈസാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെയാണ് മൊത്തത്തിൽ 6500ഓളം കോടി വരുന്നത്. അപ്പോൾ ബജാജ് ഫിനാൻസ് ആണ് ഇതിൻ്റെ പാരൻറ്റ് കമ്പനി. അപ്പോൾ ആ പാരൻറ്റ് കമ്പനിയാണ് അവരുടെ പ്രൊമോട്ടർ ഹോൾഡിങ് ഇവിടെ കുറക്കുന്നത്. കാരണം ഇതൊരു സെബി മാൻഡേറ്റ് ആണ്. കാരണം ബജാജ് ഫിനാൻസ് ഒരു NBFC ആണ്. അപ്പോൾ ഈ NBFCകൾക്ക് വ്യക്തമായ നിയമങ്ങൾ സെബി നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിങ് കുറക്കേണ്ടതുണ്ട്. ആ കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഫ്യൂച്ചർ ക്യാപിറ്റൽ നീഡ്സ് അതിന് വേണ്ടിയിട്ടാണ് സെബി തന്നെ ഈ കമ്പനികൾക്ക് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ 3 കമ്പനികളും. അപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബജാജ് ഫൈനാൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് വെറും 2%. വളരെയധികം അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് തന്നത്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു റണ്ണപ്പ് നടന്നതിന് ശേഷം ഈ സ്റ്റോക്ക് പിന്നീട് ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോവുകയായിരുന്നു. ഇതേപോലെ തന്നെ ബജാജ് ഫിൻസർവും ഒരു 21% റിട്ടേൺ ആണ് നൽകിയതെന്ന് കാണാം. അത് നിഫ്റ്റി ബീറ്റ് ചെയ്തിട്ടില്ല. നിഫ്റ്റി 50 ബീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു റിട്ടേൺ ആണ് ബജാജ് ഫിൻസർവ് നൽകിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് മറ്റൊരു കാര്യം കാണാൻ കഴിയും. ബജാജ് ഹോൾഡിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 46% റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം നൽകിയതായിട്ട് കാണാം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കാരണം ഈ ബജാജ് കമ്പനികൾ നമുക്കറിയാം, ബജാജ് ഓട്ടോ, ബജാജ് സ്കൂട്ടേഴ്സ്, അതുപോലെ ഈ പറയുന്ന ഫിൻസർവ്, ബജാജ് ഫൈനാൻസ്, ഇതിലൊക്കെ മേജർ ഹോൾഡിംഗ് ഉള്ളത് ഈ പറയുന്ന ബജാജ് ഹോൾഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കമ്പനിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ബജാജ് സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഗുണം കിട്ടുക ഈ ബജാജ് ഹോൾഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന ഒരു സ്ട്രാറ്റജിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി പലരും ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ബജാജ് ഹോൾഡിംഗ് എല്ലാവരെയും ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടുള്ള റിട്ടേൺ നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ബജാജ് ട്വിൻസ്, അതായത് ഫിൻസർവും ബജാജ് ഫൈനാൻസും 3% മുന്നേറിയപ്പോൾ 5%-ലധികമാണ് ബജാജ് ഹോൾഡിംഗ് മുന്നേറുന്നത്. കാരണം ഇത് 3 ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിലെല്ലാം ഹോൾഡിംഗ് പരസ്പരം ഉണ്ട് എന്ന് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഹോൾഡിങ്ങിലുള്ളവരെ സംബന്ധിച്ച് നിർബന്ധമായിട്ടും IPOക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 10x ഓവർ സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. 2 lakhs ആണ് ഒരു മിനിമം എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഏകദേശം 2 ലക്ഷത്തിൽ താഴെ മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ അതിൻ്റെ ലോട്ട് സൈസും പ്രൈസ് ബാൻഡും വന്നിട്ടില്ല. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് റൂളാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ HNIs എന്ന് പറയുന്നത് 2 lakhs to 10 lakhs, അതുപോലെ 10 lakhs above തുടങ്ങിയ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മൾ HNI എന്ന് പറയുന്നത്. ഇത് കൂടാതെ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇതൊരു ബജാജ് ഗ്രൂപ്പ് കമ്പനി ആയതുകൊണ്ട് വലിയ എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്ക് IPO കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും യു ക്യാൻ ട്രൈ യുവർ ലക്ക്. അഭിപ്രായങ്ങളും സംശയങ്ങളും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.